ഹലോ ഗൈസ്, അങ്ങനെ അനഘയുടെ കൂടെ ദുബായിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കൂട്ടുകാരി അനഘയെ കുറിച്ച് കുറച്ച് നാളായിട്ട് ഒരു വിവരം ഇല്ലാത്തതുകൊണ്ട് തന്നെ അന്വേഷിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. അനഘയെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അനഘയുടെ ലൈഫ് തന്നെ അറിയുന്ന ഒരു കൂട്ടുകാരിയാണ് എത്തിയിരിക്കുന്നത്. അതായത് മുൻപേ അനഘയെല്ലാം കൂട്ടുകാരിയോട് പറഞ്ഞേൽപ്പിച്ചതാണ്. അതായത് അബിയെ കുറിച്ചൊക്കെ നന്നായിട്ട് ഈ കൂട്ടുകാരിക്ക് അറിയാട്ടോ. എന്തായാലും ആ കൂട്ടുകാരി സത്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരെ തന്നെ ചെയ്യും. ആ ഒരു കൂട്ടുകാരിയുടെ എൻട്രിയും പിന്നീട് സംഭവിക്കാൻ പോകുന്നതെല്ലാമാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനഘയുടെ വീടിന്റെ മുന്നിൽ ഒരു കാർ വന്ന് നിർത്തുന്നതാണ്. എന്നിട്ട് ആ കാറിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അതാണ് നമ്മുടെ അനഘയുടെ കൂട്ടുകാരി. അങ്ങനെ ടാക്സി പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അനഘയുടെ കൂട്ടുകാരി ഫോൺ എടുത്ത് വാട്സപ്പിൽ ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ വീടിന് മുകളിലോട്ട് ഒരു നോട്ടം. അപ്പൊ ഇത് തന്നെയാണ് വീട്. അതും പറഞ്ഞോണ്ട് തന്റെ ലഗേജ് എടുത്തോണ്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലാണ്. എന്നിട്ട് കോളിംഗ് ബെൽ അടിക്കാൻ കേട്ടോ. അങ്ങനെ പുറത്തേനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അനഘയുടെ സുഹൃത്ത് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അനഘയ്ക്ക് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു, ഒരു ആപത്തും വരുത്തരുത് അനഘയ്ക്ക്. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ആ വീടിന്റെ ഡോർ തുറന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചിയില്ലേ, ആ ചേച്ചി പുറത്തോട്ട് വരുന്നത്. വന്ന പാടത്തന്നെ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്, ആരാ? ഇത് അനഘയുടെ വീടല്ലേ, ഞാൻ അനഘയുടെ കൂട്ടുകാരിയാ. അത് പിന്നെ അനഘ കൊച്ചിന്റെ വീടൊക്കെ തന്നെയാ. പക്ഷേ മോളാ കുട്ടിയുടെ കൂട്ടുകാരിയാണെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? അതെന്താ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? സംശയം ഉണ്ടെങ്കിൽ അനഘയോടൊന്ന് ചോദിച്ചു നോക്ക്, അവൾ അകത്തുണ്ടോ? ചേച്ചി ഇങ്ങ് മാറി നിൽക്ക്, ഞാൻ തന്നെ തെളിയിച്ചരാം. ഏയ് വേണ്ട വേണ്ട, ഇവിടെ നിന്നാ മതി, ആരും ഇങ്ങോട്ട് കയറ്റില്ല. എന്തെങ്കിലും തെളിവുണ്ടോ കൊച്ചിന്റെ കയ്യില്? എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ അനഘയോട് ചോദിച്ചാ മതിയെന്ന്. അനഘ കുഞ്ഞ് നല്ല ഉറക്കത്തിലാ, കൊറേ നേരത്തിന് ശേഷം ഇപ്പഴാ ഒന്ന് ഉറങ്ങിയത്. അതിനെന്താ, ഒന്ന് വിളിച്ചാ മതി. ഞാൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലേ അവള് ചാടി എഴുന്നേൽക്കും. ആ സമയത്ത് ഈ ചേച്ചി മനസ്സിൽ കരുതുന്നുണ്ട്, ബെഡിൽ കിടക്കുന്ന അനഘ കുഞ്ഞ് എങ്ങനെയാ ചാടി എഴുന്നേറ്റ് നടക്കുന്നത്? അപ്പോ അനഘ കുഞ്ഞിനെ കുറിച്ച് ഈ കൊച്ചിനൊന്നും അറിയില്ല, ചുമ്മാ അതും ഇതും പറഞ്ഞു വന്നേക്കുവാ. അപരിചിതരെ ഒന്നും അറിയാതെ കയറ്റരുതെന്നാ മൂർത്തി സാർ പറഞ്ഞത്. അതുകൊണ്ട് ഈ കൊച്ചിന് ഒരു കാരണവശാലും കയറ്റാൻ പാടില്ല. ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നത്? ചേച്ചി ഒന്ന് വഴി മാറിക്കേ. എങ്ങോട്ടാ? ദേ കൊച്ചെ, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ ഇവിടെ നിൽക്കാൻ ഏൽപ്പിച്ചവരെ അപരിചിതരെ ആരെയും ആ കുട്ടിയെ കാണാൻ സമ്മതിക്കരുതെന്നാ പറഞ്ഞത്. അതിനെന്താ, അവള് കിടപ്പിൽ വല്ലതും ആണോ? ആ സമയത്താണ് അവളുടെ കൂട്ടുകാരി ചിന്തിക്കുന്നത്, വലിയൊരു അസുഖത്തിന് അടിമപ്പെട്ട് നിൽക്കുകയായിരുന്നല്ലോ അനഘ. അതുകൊണ്ട് തന്നെ അവളുടെ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, അല്ല ഇനി എന്റെ അനഘയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? കൊച്ചെ, അപ്പൊ കൊച്ചിന് അനഘയെ കുറിച്ച് യാതൊരു അറിവുമില്ലേ? ചേച്ചി, അനഘയ്ക്ക് എന്താ പറ്റിയത്? അനഘ മോൾക്ക് ബെഡിൽ നിന്ന് എഴുന്നേക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ല. സംസാരിക്കാൻ പോലും ആ കുഞ്ഞിന് കഴിയില്ല. പിന്നെ എന്തർത്ഥത്തിലാ കൊച്ചിന്റെ അടുത്തേക്ക് ആ കുഞ്ഞിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരിക? അയ്യോ, അപ്പൊ അതായിരുന്നല്ലേ അനഘ വിളിക്കാത്തതും സംസാരിക്കാത്തതൊന്നും? അല്ല, ശരിക്കും കൊച്ചാരാ? ആ കുഞ്ഞിന്റെ കൂട്ടുകാരി തന്നെയാണോ? അതെ ചേച്ചി, അനഘ ദുബായിലായിരുന്നു കുറെ കാലം. അവിടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാ. അനഘയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ദേ, അനഘയുടെ കൂടെയുള്ള കുറെ ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. അപ്പൊ ചേച്ചിക്ക് എന്നെ വിശ്വാസവും. ഇതും പറഞ്ഞുകൊണ്ട് അവര് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആഹാ, അപ്പോ അനഘമോളുടെ കൂട്ടുകാരി തന്നെയാണല്ലേ? എന്നാ മോൾ അകത്തേക്ക് വാ. അനഘ കുഞ്ഞ് ഇപ്പൊ ഉറങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ കൂട്ടുകാരി മുറിയിലേക്ക് കയറി വരുമ്പോ ചലിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അനഘ കണ്ണു തുറന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അയ്യോ അനഘേ, നിനക്ക് എന്തു പറ്റി? ഞാൻ നിന്നെ 1-2 ആഴ്ചയായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുവാ. എത്ര വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും കിട്ടായിട്ടാ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പെട്ടെന്ന് ഓടി വരികയായിരുന്നു നിന്നെ അന്വേഷിക്കാൻ. നിനക്ക് എന്താ പറ്റിയത്? മോളെ, അനഘ കുഞ്ഞിനൊന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അനഘയുടെ കണ്ണിന്നാണെങ്കിൽ ഒരുപാട് കണ്ണുനീര് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ കൂട്ടുകാരി പറയുന്നുണ്ട്, ചേച്ചി എന്തിനിങ്ങനെ അനഘ കരയുന്നത്? മോൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കരയും. അതാണ് മോളുടെ പതിവ്. അനഘേ, നിനക്ക് എന്തു പറ്റി അനഘേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, നമ്മുടെ ചന്തുമോൾ ഇവിടെ? അവളെ ഇവിടെ എവിടെ കണ്ടില്ലല്ലോ. ചേച്ചി, ചന്തുമോൾ എവിടെ? ചന്തുമോളെ മൂർത്തി സാറ് കൊണ്ടുപോയി. എന്താ, മൂർത്തി സാറോ? അതെ, മൂർത്തി ജ്വല്ലറിന്ന് കേട്ടിട്ടില്ലേ? അനന്തപുരിയിലെ തലമുതിർന്ന ആളാ. അദ്ദേഹം ദത്തെടുത്ത് ചന്തുമോളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ അവിടുത്തെ മൂത്ത മകനും മരുമകളും ആ കുട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നത്. ചന്തുമോളെ ഏറ്റെടുത്ത ആ അമ്മയ്ക്ക് എന്തോരം ഇഷ്ടമാണെന്ന് അറിയോ ചന്തുമോളെ? ചന്തുമോളെന്ന് വെച്ചാ ആ മോൾക്ക് ഒരുപാട് ജീവനാ. സ്വന്തം മകളെ പോലെയാ ചന്തുമോളെ നോക്കുന്നത്. അല്ല ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശരിക്കും അനഘയ്ക്ക് എന്താ സംഭവിച്ചത്? അത് പിന്നെ അതൊരു വലിയ കഥ തന്നെ ഉണ്ട് മോളെ. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ചേച്ചി പറ. അനഘ കുഞ്ഞ് ഒരു ദിവസം തീരെ വയ്യാതെയാ വീട്ടിൽ കയറി വന്നത്. അന്ന് തന്നെ മോളെ കുറിച്ചുള്ള ആവലാതി കൊണ്ട് മൂർത്തി സാറെ വിളിച്ചു. എന്നിട്ട് മൂർത്തി സാറുടെ ഒരു കൊച്ചുമകനാണ് തന്റെ മകളുടെ അച്ഛനെന്ന് പറഞ്ഞു. ചന്തുമോളെ അതുകൊണ്ട് തന്നെ അനാഥയാക്കരുതെന്നും ആ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. അതും പറഞ്ഞ് അനഘ മോൾക്ക് ഫോണ് വെച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ മോള് ഹോസ്പിറ്റലായിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും കുഞ്ഞു മരിച്ചെന്നാ കരുതിയത്. ശരിക്കും പറഞ്ഞ കുഞ്ഞു മരിച്ചിട്ടില്ലായിരുന്നു, ഒരു കോമാ സ്റ്റേജിലായിരുന്നു കുഞ്ഞ്. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നത്? കേട്ടിട്ട് എന്നെ കാലും കൈയൊക്കെ കുഴയുന്നു. മോളെ, അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി ഉണ്ടായി. എന്ത് സംഭവം?
അതായത് അനഘ കുഞ്ഞിന്റെ വീട്ടിൽ അവരുടെ മൂത്ത കൊച്ചുമകൻ ആദർശിന്റെ പടം ഉണ്ടായിരുന്നു. ആദർശാണ് കൊച്ചിന്റെ അച്ഛനെന്നൊക്കെ അവിടെ പറയുന്നത്. പക്ഷേ ആ കുഞ്ഞ് ആരോടും അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. എന്താ, ആദർശിന്റെ പടം അനഘയുടെ വീട്ടിൽ വന്നെന്നോ? അതെ, ആദർശിന്റെ പടമായിരുന്നു അനഘയുടെ വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ആദർശാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്നാ. അപ്പോ അബിയോ? അബിസാറും ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്നോ? അതെ, ആദർശ് സാറും മൂർത്തി സാറും വല്ലപ്പോഴൊക്കെ വരും. എന്നാ അബിസാറ് എപ്പോഴും വരാറുണ്ട്. അബി അപ്പോ എപ്പോഴും വരുമല്ലേ? എന്നിട്ട് അനഘയോട് എന്താ സംസാരിക്കുന്നതെന്ന് അറിയില്ലേ? അത് പിന്നെ ആദർശ് സാറും മൂർത്തി സാറൊക്കെ വരുമ്പോ ഞാൻ ഇവിടെ തന്നെ നിൽക്കാറാ പതിവ്. അബിസാറ് വന്നാ എന്നെ മാറ്റി നിർത്തും. ഓഹോ, അപ്പൊ അവന്റെ കളികളാണ് ഇതൊക്കെ. അവനായിരിക്കും ആദർശിന്റെ ഫോട്ടോ അനഘയുടെ വീട്ടിൽ വെച്ചത്. എല്ലാ സത്യങ്ങളും എനിക്കറിയാം. ഞാനെല്ലാം വിളിച്ചു പറയാൻ പോവാ. അനഘെ, നിന്റെ രക്ഷയ്ക്ക് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. സത്യങ്ങളൊക്കെ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തും. അവൻ അങ്ങനെ നല്ല പിള്ള ചമയണ്ട. അവൻ എന്ത് കരുതി എല്ലാം ആ പാവം ആദർശന്റെ തലയിൽ ഇടാനോ? അങ്ങനെ അവൻ പുതിയ മുഖം അണിഞ്ഞ് നടക്കണ്ട. ആ മുഖം വലിച്ചു കീറി നിന്റെ മുന്നിൽ ഇട്ടോണ്ട് തരും അനഘെ ഞാൻ. അത് ഈ മായ തരുന്ന വാക്കാ നിനക്ക്. ആ സമയത്ത് അനഘ ഇങ്ങനെ വീണ്ടും വീണ്ടും കരയുന്നുണ്ട് കേട്ടോ. അനഘെ, നീ ഇപ്പൊ കരയുന്നത് എനിക്ക് സമ്മതം തന്നതാണെന്ന് ഞാൻ ഉറപ്പിക്കുക. എനിക്ക് ആദ്യം ചന്തമോൾ എന്ന് കാണണം. അതിന് ഞാൻ അനന്തപുരി വരെ പോവുക. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കട്ടെ. സത്യങ്ങളൊക്കെ മൂർത്തി സാറോടും ആദർശ് സാറോടും പറയണം. സത്യത്തിൽ അവൻ ഏറ്റെടുക്കണം കുഞ്ഞിനെ. അവന് ജനിപ്പിക്കാനറിയാം. ലോകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാവും അവന്. എന്നാ അവൻ ഇതിവിടെ നിർത്തണം. ഇപ്പോഴും 100 പെണ്ണുങ്ങളെയും തലയിലേറ്റ് നടക്കുന്നുണ്ടാവും അവന്. നീ വിളിച്ചപ്പോ അവന് സൂക്ഷിക്കണമെന്ന് പലതവണ പറഞ്ഞിരുന്നു. എന്നാലും അവൻ ഇത്രയും ക്രിമിനൽ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തം മകളെ വെച്ച് വിലപേശ മടിക്കാത്തവനവൻ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറിന്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അപ്പൊ തന്നെ അനഘയുടെ കൂട്ടുകാരി മായ പറയുന്നുണ്ട്, ചേച്ചി ആരാന്നൊന്ന് പോയി നോക്കിയേ. ശരി മോളെ. അങ്ങനെ ആ ചേച്ചി പോയി നോക്കുമ്പോ തന്നെ അബിയാണ് കേട്ടോ കാറിൽ നിന്ന് വരുന്നത്. പെട്ടെന്ന് തന്നെ ചേച്ചി ഓടി മുറിയിലോട്ട് വരുന്നുണ്ട്. മോളെ മായ, അബിസാറാ വന്നിരിക്കുന്നത്. അബിയോ? ഒരു കാര്യം ചെയ്യാം ചേച്ചി, ഞാൻ ഈ കട്ടിന്റെ പിന്നിൽ ഒളിക്കാം. അയാൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന വിവരം പറയണ്ട. ശരി മോളെ. അങ്ങനെ അബി കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ചേച്ചി ഡോർ തുറക്കുന്നുണ്ട്. അപ്പൊ അബി പറയുന്നുണ്ട്, എന്താ ഒരു താമസം ഡോർ തുറക്കാൻ? പണം തന്ന് നിർത്തിയേക്കുമല്ലേ? പിന്നെന്താ കോളിംഗ് ബെൽ അടിക്കുമ്പോ പെട്ടെന്ന് വന്ന് തുറന്നാ? സാറതിന് 1-2 തവണയല്ല അടിച്ചുള്ളൂ. എന്താടി, നീ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? അപ്പൊ ആ ചേച്ചി മനസ്സിൽ കരുതുന്നുണ്ട്, വയസ്സിന് മുതിർന്നവരെ വരെ ബഹുമാനിക്കാൻ അറിയാത്തവൻ. എന്താ, എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല സാറേ. അല്ല, ആ കിടക്കുന്നവൾ എന്തെങ്കിലും കഴിച്ചോ? ഒന്നും കഴിച്ചില്ല. കഴിക്കുന്നില്ലെങ്കിൽ കഴിപ്പിക്കാൻ നിൽക്കൊന്നും വേണ്ട. വിശപ്പുണ്ടെങ്കിൽ കഴിച്ചോളൂ. എന്നാലും സാറേ, ഒരേ കിടത്തം കിടക്കുന്ന ആ കുഞ്ഞിനോട് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതിനൊക്കെ ദൈവം ശിക്ഷിക്കില്ലേ? അവള് ജീവിച്ചിരുന്നാലേ എനിക്ക് കുഴപ്പം. എന്താ സാറ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ലേ? അതെ, നിങ്ങളിവിടെ നിന്നാ മതി. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ഇതും പറഞ്ഞ് അവരവിടെ നിർത്തിയിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അബി. എന്നിട്ട് അനഘയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ദേഷ്യപ്പെട്ടോണ്ടാണ് ചെല്ലുന്നത് കേട്ടോ. എന്നാ കർട്ടന്റെ പിന്നിലിരുന്ന് എല്ലാം മായ വീക്ഷിക്കുന്നുണ്ട്. എടി, കിടന്നാലും നീ അഹങ്കാരം വിടരുത്. പിന്നെ നിനക്ക് കഴിക്കണമെന്ന് തോന്നില്ലെങ്കിൽ നീ കഴിക്കാനൊന്നും നിക്കണ്ട കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് എന്നെ ഉടലോടെ സ്വർഗത്തിലേട്ട് എത്തുമല്ലോ. എന്നാ അതൊക്കെ കേട്ടിട്ട് അനഘയുടെ മുഖത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടി, ഞാൻ വരുമ്പോ മാത്രം നിന്റെ മുഖം ഇങ്ങനെ കടുന്നൽ കുത്തിയ പോലെ ചുവന്ന് വരും. എനിക്കറിയാം എന്നോട് നിനക്ക് നല്ല ദേഷ്യം ഉണ്ടാവും. കാരണം നീ ഈ സ്റ്റേജിലാവാൻ കാരണം ഞാനൊരാളല്ലേ. എന്നാലും നിന്റെ കുഞ്ഞെ ആദർശിന്റെ കുഞ്ഞായിട്ട് അനന്തപുരിയിൽ സുഖമായിട്ട് വാഴുന്നുണ്ട്. പക്ഷെ നിന്റെ കുഞ്ഞിനെ ഞാൻ മുഖവിലേക്ക് എടുക്കില്ല. അതേതവന്റെ കുഞ്ഞാ? കണ്ടവന്റെ കുഞ്ഞിനെ ഞാൻ എന്തിനാടി നോക്കുന്നത്? എന്റെ കുഞ്ഞാണെങ്കിലും അതെനിക്ക് കണ്ടവന്റെ കുഞ്ഞാ. ഞാൻ അത്ര മാത്രമേ ആ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഒരു ചന്തമോള്. കൂടുതൽ നീ എന്തെങ്കിലും മാന്യം കാണിക്കാൻ നിന്നാലേ നിന്റെ കുഞ്ഞിന് ഞാൻ ഇല്ലാതാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാ ഇത് കേട്ടപ്പോഴൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്രയും ദേഷ്യം വരാനായിട്ട് മായ്ക്ക്. എടാ റാസ്കൾ, നിന്നെ ഒരു നിമിഷം പോലും വെച്ചേക്കില്ലടാ. കാണിച്ചു തരാം ഈ മായ ആരാണെന്ന്. അനഘയ്ക്ക് ആരും ഇല്ലെന്ന് അവന്റെ വിചാരം. എടി, ഇവിടെ കിടക്കുന്നീ. നീ ഇങ്ങനെ കിടന്ന് ദ്രവിച്ച് മരവിച്ച് പോവും. ഏതായാലും നിന്റെ കുഞ്ഞ് സേഫാ. നിനക്ക് അത്രയും പോരെ. ഇനി നീ എങ്ങോട്ടെങ്കിലും പോയിത്താ. എടി, നിന്നെ എനിക്കുണ്ടല്ലോ കഴുത്തേരിച്ച് കൊല്ലാനാ തോന്നുന്നത്. ഒറ്റയടിക്ക് നിന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പക്ഷേ ആ തള്ള ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും നടക്കില്ല. പക്ഷേ പിന്നെ ഞാൻ നിന്നെ എടുത്തോളാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ചേച്ചി അകത്തോട്ട് വരുന്നത്. അപ്പൊ തന്നെ അബി റൂട്ട് മാറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നില്ലേ? ഇവരുടെ മുഖം വല്ലാതെ വാടിയിരിക്കുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണമൊക്കെ കൊടുക്കണം. അല്ല, സാറല്ലേ പറഞ്ഞത് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോളും, അല്ലാതെ കൊടുക്കണ്ട എന്ന്. അല്ല, ഇവരെ നോക്കാൻ ഏൽപ്പിച്ച് നിങ്ങൾക്ക് അത് മാത്രം ചെയ്യാൻ പറ്റില്ലേ? ഈ പയ്യൻ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇറങ്ങുവാ. ഇതും പറഞ്ഞ് അബി അവിടുന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ മായ പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അനഘയുടെ അടുത്ത് വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, അനഘേ, അവന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ?
നീ പറയുമ്പോഴും ഇങ്ങനെ ഒരു മനുഷ്യനോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. എന്നാ ആ ദുഷിച്ച മൃഗത്തിന്റെ നേരിട്ടുള്ള സ്വഭാവം ഇന്ന് ഞാൻ കണ്ടു. അവന്റെ എടുത്തുചാട്ടമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. അനന്തപുരിയിൽ പോയിട്ട് സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. എന്റെ കയ്യിലുള്ള തെളിവ് മാത്രം മതി അവനെ ക്ഷയിപ്പിച്ച് കളയാൻ. അനഘേ, നീ വിഷമിക്കണ്ട, ഞാനെല്ലാം ശ്രദ്ധിച്ച് ചെയ്തോളാം. എനിക്ക് പെട്ടെന്ന് തന്നെ ദുബായിലോട്ട് തിരിക്കേണ്ടതുണ്ട്. അതിനുള്ളിൽ തന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ. പോകുമ്പോഴേക്കും നിന്നെ നിന്റെ ഫാമിലിയുടെ കയ്യിൽ ഏൽപ്പിക്കണം. അല്ലാതെ ഈ മായയ്ക്ക് തിരിച്ചു പോകാൻ ഒരു മനസ്സ് വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് മായ അവിടെ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആ ചേച്ചി പറയുന്നുണ്ട്, മോളെപ്പോലെ ഒരു കൂട്ടുകാരി ഉണ്ടായിട്ട് ഇത്രയും ദിവസവും അനഘയ്ക്ക് ആശ്വാസം നൽകാൻ എത്തിയില്ലല്ലോ. അത് പിന്നെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ദുബായിൽ നിന്ന് വരുവാ. എനിക്കറിയാം മോളെ, സത്യം ഏത് ഭാഗത്താണോ അത് മോള് കണ്ടെത്തണം. എന്നിട്ട് അനഘമോളുടെ വിഷമത്തിനൊക്കെ ഒരു പരിഹാരം കാണണം. അതിന് തന്നെയാ ചേച്ചി ഞാൻ വന്നിരിക്കുന്നത്. പലരുടെയും മുഖം വലിച്ചടക്കാൻ. എനിക്ക് അനന്തപുരിയിലോട്ട് പോകണം. ചേച്ചി അനഘയെ നന്നായിട്ട് നോക്കണം, ഭക്ഷണം കൊടുക്കണം ചേച്ചി. ഞാൻ പെട്ടെന്ന് തന്നെ വരാം. അല്ല, മോളെന്തെങ്കിലും കഴിച്ചോ? കഴിക്കാൻ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. എത്രയും പെട്ടെന്ന് അനന്തപുരിയിൽ എത്തണം. മൂർത്തി സാറെ കണ്ട് ചില തെളിവുകൾ നിരത്തി കാര്യങ്ങളൊക്കെ പറയണം. ശരി മോളെ. അതും പറഞ്ഞ് അനന്തപുരിയിലേക്ക് ഇറങ്ങുകയാണ് മായ. ആ സമയത്താണ് അബിയെ കാണിക്കുന്നത്. അബി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അബിയുടെ മനസ്സിലേക്ക് ആ മായയുടെ ചെരുപ്പ് കണ്ടതായിട്ടുള്ള ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. അല്ല, അവിടെ ഇങ്ങനെ 2 ചെരുപ്പ് വരാനാ? അവിടെ ആകപ്പാടെ ആ ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴാണെങ്കിൽ അവിടെ ആരെയും കണ്ടതുമില്ല. അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ മറന്നുപോയി. ഇനി അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എന്തായാലും ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇതും പറഞ്ഞ് അബി വണ്ടി തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് എന്നെ വിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും മായ അവിടുന്ന് അനന്തപുരിയിലേക്ക് പോയിരിക്കുകയാണ്. അബി അവിടെ എത്തിയിട്ടും ആ ചെരുപ്പ് പിന്നെ അവിടെ കാണുന്നില്ല കേട്ടോ. അപ്പം മുതൽ അബിയുടെ മനസ്സിൽ തീ പാളുകയാണ്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു മായ എന്ന് പറഞ്ഞ കൂട്ടുകാരിയാണ്. അനന്തപുരിയിലേക്ക് കയറി വരുന്നതാണ് കാണിക്കുന്നത്. ഇനി അവിടെ നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് നടക്കാനിരിക്കുന്നത്. എന്തായാലും ആ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.